അങ്ങനെ നമ്മൾ നമ്മുടെ ഡേ 10 കടന്നിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ എന്ത് ചെയ്ത് 2 വെബ്സൈറ്റ് ഫുള്ളായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വലിയൊരു വെബ്സൈറ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, അസറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ അസറ്റ് ഫയൽ നമ്മുടെ സൈറ്റിലുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ വ്യൂ ചലഞ്ച് എടുക്കാം. അതിനകത്ത് ടാസ്ക് 5 ആണ് നമ്മുടെ ഇന്നത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അൺസിപ്പ് ചെയ്തിട്ട് നമ്മുടെ VS കോഡിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ടൈം കളയുന്നില്ല, നേരെ VS കോഡിനകത്തോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഇത്. ഓൾറെഡി ഫോണ്ട് കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസൈൻ ഒന്ന് നമുക്ക് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെഡർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹെഡറും അതിനകത്തുള്ള സെക്ഷനും രണ്ടായിട്ടാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു സെക്ഷന് മൊത്തത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ സെക്ഷനായിട്ട് തന്നെ ഇത് ചെയ്യാം. അതേപോലെ ഹെഡർ നോക്കിക്കഴിഞ്ഞാൽ ഹെഡറിന് 3 പാർട്ടുണ്ട്. സാധാരണ 2 പാർട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ 3 പാർട്ടുണ്ട്. നമ്മുടെ ലോഗോ, പിന്നെ സെൻറ്ററിൽ കുറച്ച് LIs, അത് കഴിഞ്ഞിട്ട് സൈഡിൽ 2 A ബട്ടൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡിസൈനിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇത് മൊത്തത്തിൽ ഒരു സെക്ഷനായിട്ട് എടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന സെക്ഷൻ ഡോട്ട് റാപ്പറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഹെഡറിൻ്റെ ഉള്ളിൽ 3 പാർട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് H1 ആണ്. H1ൻ്റെ ഉള്ളിൽ ഇമേജസിൻ്റെ ഉള്ളിൽ ലോഗോ. ഞാൻ എന്ത് ചെയ്യണേ, ലോഗോക്ക് ALT ലോഗോ തന്നെ കൊടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ULL *4, അതിൻ്റെ ഉള്ളിൽ A. ഓക്കെ, ഞാൻ ഈ HRFനൊക്കെ ഹാഷ് കൊടുക്കുകയാണ്, ലിങ്ക് കൊടുക്കാത്തതുകൊണ്ട്. ഇനി നമ്മുടെ ലിങ്ക് എന്ന് പറയുന്നത് പ്രോഡക്ട്സ്, പ്രൈസിങ്, ഡെവലപ്പേഴ്സ്, കമ്പനി. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ആ കണ്ടന്റ് അവിടെ കൊടുക്കുക. പ്രോഡക്ട്സ്, പ്രൈസിങ്, ഡെവലപ്പേഴ്സ്, കമ്പനി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു കണ്ടന്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഒരു UL കൂടി അവിടെ ഉണ്ട്. ULLI *2, അതിൻ്റെ ഉള്ളിൽ A. ഓക്കെ, ഈ ഇതിനും ഞാൻ എന്ത് ചെയ്യാണ്, ഹാഷ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ നമ്മുടെ സൈനപ്പ്, ലോഗിൻ, ഇതാണ് നമ്മുടെ 2 ബട്ടൺസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡറിൻ്റെ കണ്ടന്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് അതിൻ്റെ ഡിസൈൻ പാർട്ടാണ്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ താഴത്തുള്ള ബാക്കിയുള്ള കണ്ടന്റുകൾ ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഹെഡറിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ഹൈറ്റ് ഒരു 100 പിക്സൽ കൊടുക്കാം. ഫ്ലെക്സ്, ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ്, സെൻറ്റർ. ഓക്കെ, നമ്മുടെ ഇമേജിന് നമുക്ക് എന്ത് ചെയ്യാം, വിഡ്ത്ത് ഫിക്സ് ചെയ്യാം. വിഡ്ത്ത് 100 പിക്സൽ. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഗോ ലൈവ് കൊടുത്തു ഞാൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് നിന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കണ്ടന്റിനും എന്ത് ചെയ്യാം, വിഡ്ത്ത്, ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഫ്ലെക്സ്, ജസ്റ്റിഫൈ, സെൻറ്റർ, ഐറ്റം, സെൻറ്റർ. ക്ലാസ് മാർജിൻ റൈറ്റ് 10. നമ്മുടെ സെൻറ്ററത്തെ കണ്ടന്റ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സെയിം സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്.
ഏകദേശം എല്ലാത്തിനും സെയിം സ്റ്റൈലാണ് വരുന്നത്. അപ്പം ഞാൻ എല്ലാത്തിനും ഒരുമിച്ചിട്ടാണ് കൊടുക്കുന്നത്. ടെക്സ്റ്റ് 22 പിക്സൽ ഫോണ്ട് സെമി ബോൾഡ്. ഓക്കെ, ഇത്ര നമുക്ക് ആവശ്യമില്ല, നോർമൽ കൊടുത്താൽ മതി. അതുപോലെ ടെക്സ്റ്റ് 18 മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇതിന് എന്ത് ചെയ്യാം, ബട്ടൺ സ്റ്റൈല് കൊടുക്കാം. TX7 DG. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കിവിടെ റീഡ്മിയിൽ തന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ബട്ടൺ BG. ഓക്കെ, ഇതാണ് ലാസ്റ്റത്തെ ഈ ഒരു കളറാണ് നമ്മുടെ ബട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ. ഞാനത് അവിടെ കൊടുത്തു. അതേപോലെ റൗണ്ടഡ് XL. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് എന്താണ്, വൈറ്റ് ആണ്. ഇനി നമുക്ക് ഇവിടെയും ഏകദേശം സെയിം സ്റ്റൈലാണ്, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറുന്നുണ്ട്, അതേപോലെ ബോർഡർ വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബോർഡർ ആണ്, ഈ BG മാറ്റിയിട്ട് ബോർഡർ ആക്കാം. അതുപോലെ ബോർഡറിന്റെ കളർ മാത്രം പറഞ്ഞു കൊടുത്താൽ പോലെ നമ്മൾ ബോർഡർ എന്നുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ബോർഡർ കളറായി. ഇനി ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, അപ്പോൾ BG വൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഹെഡറിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന്റെ താഴത്തുള്ള ബാക്കി സെക്ഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അടുത്തത് സെക്ഷൻ കൊടുത്തു. റാപ്പർ ഇടേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ മൊത്തത്തിൽ റാപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു H1 ഉണ്ട്, ഒരു പാരഗ്രാഫ് ഉണ്ട്, അതേപോലെ ഒരു ബട്ടൺ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഫസ്റ്റത്തെ ഡിവിൻ്റെ ഉള്ളിൽ H1ന്റെ കണ്ടന്റ് നമുക്കൊന്ന് നോക്കാം. 1 app to manage your task. 1 app to manage your task. Project and business tasks. Projects and business. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടന്റ് കഴിഞ്ഞ് ഇനി പാരഗ്രാഫ് നമുക്ക് എന്തായാലും ലോറം കൊടുക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, P ലോറം 35 കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ഒരു ടാഗ് ഉണ്ട്, ഞാൻ #2 നമ്മുടെ കണ്ടന്റ് വരുന്നത് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ. ഫ്രീ. ഓക്കെ, നമ്മുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൈറ്റ് സെക്ഷൻ അതിൻ്റെ ഉള്ളിൽ ഇമേജസിൻ്റെ ഉള്ളിലുള്ള ഹോം റൈറ്റ് PH ഞാൻ ഇമേജ് നോക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ കൊടുത്ത് തുടങ്ങാം. അപ്പോൾ സ്റ്റൈൽ കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു സെക്ഷന് ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലാസ് PY20 നമ്മൾ നോർമലായിട്ട് ആ ഒരു ഗ്യാപ്പ് വരാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അതേപോലെ നമ്മുടെ ലെഫ്റ്റ് സെക്ഷനും റൈറ്റ് സെക്ഷനും. അപ്പോൾ ഫ്ലെക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ ആണോ എന്ന് നമുക്ക് നോക്കാം. ഐറ്റംസ് ഓൾമോസ്റ്റ് സെൻറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിഡ്ത്ത് സെറ്റ് ചെയ്യാം. ക്ലാസ് വിഡ്ത്ത് ഏകദേശം ഒരു 55% ആണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കൂടുതലാണ്, റൈറ്റ് സൈഡിൽ കുറവാണ്. നമുക്ക് ക്ലാസ് വിഡ്ത്ത് ഒരു 42%. ഇമേജിന് എന്ത് ചെയ്യാം, ക്ലാസ് വിഡ്ത്ത് ഫുൾ കൊടുക്കാം. ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഇമേജിന് ഒരു പാഡിങ്ങും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെറ്റ് ആയി. ഞാനൊരു P10 കൊടുത്തു. ഓക്കെ, നമ്മുടെ കണ്ടന്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ റൈറ്റ് സൈഡിലുള്ള കണ്ടന്റ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ഉണ്ട്, മാനേജ് കഴിഞ്ഞിട്ടും പ്രോജക്റ്റ് കഴിഞ്ഞിട്ടും ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ബ്രേക്ക് ഇട്ട് കൊടുക്കാം. BR, അതേപോലെ പ്രോജക്ട്സ് കഴിഞ്ഞിട്ടും ഒരു BR.
ക്ലാസ് ടെക്സ്റ്റ് 64 പിക്സൽ ഫോണ്ട് ബോൾഡ് മാർജിൻ ബോട്ടം 10. അതുപോലെ ലീഡിങ് ടൈറ്റ്, അതായത് നമ്മുടെ ആ ലൈൻ സ്പേസ് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു കണ്ടന്റും അതേപോലെ നമ്മുടെ ബട്ടണും ഒന്ന് ഓക്കെ ആക്കാനുണ്ട്. നമുക്കിവിടെ മാർജിൻ ബോട്ടം 10 വേണ്ട, 5 മതി. ഇനി നമ്മുടെ സ്പീക്ക് സ്റ്റൈൽ കൊടുക്കാം. ടെക്സ്റ്റ് 16 പിക്സൽ BG ഫോണ്ട് നോർമൽ മാർജിൻ ബോട്ടം 10. ഓക്കെ, നമ്മുടെ ഇമേജിന് നമ്മുടെ ബട്ടൺ നമ്മൾ നേരത്തെ കൊടുത്ത സെയിം സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കോപ്പി ചെയ്യാം. അതിൻ്റെ കൂടെ ടെക്സ്റ്റ് 14 പിക്സൽ ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷനും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മൊത്തത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നുണ്ട്. ആ കളർ എന്ത് ചെയ്യാനുണ്ട്, മാറ്റാനുണ്ട്. അപ്പോൾ ആ കളർ ഏതാണെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോം പേജിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ കളർ കൊടുക്കാം. നമ്മുടെ സെക്ഷന് ക്ലാസ് BG ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനാണ് വരുന്നത്. നമ്മുടെ ഈ ഒരു ടൈറ്റിലും പിന്നെ അതിൻ്റെ താഴത്ത് എന്തുണ്ട്, ഒരു 4 ഇമേജും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ സെക്ഷൻ കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ സെക്ഷൻ ഡോട്ട് റാപ്പർ ഇട്ടു, അതിൻ്റെ ഉള്ളിൽ ഒരു H1 ഉണ്ട്, അതിൻ്റെ താഴത്തായിട്ടൊരു ഡിവ്, ആ ഡിവിൻ്റെ ഉള്ളിൽ IMG *4. ഓക്കെ, ഓരോ IMG കഴിഞ്ഞിട്ടും ഞാൻ എന്ത് ചെയ്യണം, ലൈൻ ബ്രേക്ക് ഇട്ടു ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ കണ്ടന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ വരുന്നത് ബി എമംഗ് ദി 1%. നമുക്ക് എഴുതി പോകാം. most productive team in the world. ഓക്കെ, നമ്മുടെ ഇമേജസ് 1 by 1 ആയിട്ട് കൊടുക്കാം. ഇമേജസ് ഫസ്റ്റ് വരുന്ന ഇമേജ് എന്ന് പറയുന്നത് അഡ് റോൾ ആണ്. രണ്ടാമത് വരുന്ന ഇമേജ് എന്ന് പറയുന്നത് സെഗ്മെന്റ്. മൂന്നാമത് വരുന്ന ഇമേജ് എന്ന് പറയുന്നത് സെൻഗ്രിഡ് പിന്നെ ടോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, സ്റ്റൈൽ കൊടുത്ത് തുടങ്ങാം. ഞാൻ എന്ത് ചെയ്യണം, സെക്ഷന് ക്ലാസ് PY20 കൊടുത്തു. നമ്മുടെ H1ന് ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ ടെക്സ്റ്റ് 22 പിക്സൽ ഫോണ്ട് ബോൾഡ്. ഇനി നമുക്ക് അവിടെ ഒരു കളർ ഉണ്ട്, ആ കളർ ഏതാണെന്നുള്ളത് നോക്കാം. നമുക്കിവിടെ ഒരു ഗ്രേ കളർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു കളറും കൂടി കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു കണ്ടന്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴത്തുള്ള ലോഗോസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അറേഞ്ച് ചെയ്ത് നിർത്താനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇതിന് സ്റ്റൈൽ കൊടുക്കണം.
ക്ലാസ് ഫ്ലെക്സ് ജസ്റ്റിഫൈ സെൻറ്റർ ഐറ്റംസ് സെൻറ്റർ. ഇനി നമ്മുടെ എല്ലാ ഇമേജിനും കുറച്ച് സ്റ്റൈലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ക്ലാസ് വിഡ്ത്ത് 120 പിക്സൽ. ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, വിഡ്ത്ത് കുറച്ചും കൂടി നമുക്ക് കൂട്ടാം. കാരണം ഞാൻ 220 ആക്കി. അതേപോലെ ഇതിനൊരു മാർജിൻ ടോപ്പ് 10 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത സെക്ഷൻ വരുന്നത് ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഈ ഒരു സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സെക്ഷൻ, അതിൻ്റെ ഉള്ളിൽ സെക്ഷൻ ഡോട്ട് റാപ്പർ. റാപ്പറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ലെഫ്റ്റ് സൈഡ് ആദ്യം ചെയ്താണ്. ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്, ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇമേജ് ചെയ്താണ്. നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഇമേജസിൻ്റെ ഉള്ളിലുള്ള ഡാഷ്ബോർഡ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇമേജ് എന്ന് കൊടുത്തു. ഇനി നമ്മുടെ റൈറ്റ് സൈഡിനകത്ത് നമുക്ക് ഈ ഒരു 3 കണ്ടന്റ് വരുന്നത്. ഫസ്റ്റ് ഒരു H3, പിന്നെ ഒരു H1, പിന്നെ ഒരു P, പിന്നെ ഒരു A. ഓക്കെ, അപ്പോൾ H3, H1, P, then A. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു കണ്ടന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തുള്ള കണ്ടന്റുകൾ എഴുതാം. മാക്സിമൈസ് പ്രൊഡക്ടിവിറ്റി. നെക്സ്റ്റ് വരുന്നത് ഗെറ്റ് വർക്ക് ഡൺ സിംപ്ലർ ആൻഡ് ഫാസ്റ്റർ. ഓക്കെ, പാരഗ്രാഫ് ഞാൻ ലോവർ ഇടുകയാണ്. നമ്മുടെ എ ടാഗ് എന്ന് പറയുന്നത് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇനി ഞാനിതിന് എന്ത് ചെയ്യാൻ പോവാണ്, സ്റ്റൈൽ കൊടുക്കാൻ പോവാണ്. PY20. നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ഈ സെക്കൻഡറി BG ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ BG കളർ അവിടെ പറഞ്ഞു കൊടുക്കണം, BG. ഓക്കെ, അപ്പോൾ ആ കളർ ഞാൻ അവിടെ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സ് ചെയ്യാം. റാപ്പറിനാണ് ഫ്ലെക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്ലെക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ. ഫസ്റ്റത്തെ ഡിവിന് ഞാൻ വിഡ്ത്ത് കൊടുക്കുകയാണ്. വിഡ്ത്ത് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഞാൻ 48% പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ ഈ ഇമേജിന് എന്ത് ചെയ്യണം, വിഡ്ത്ത് ഫുള്ള് കൊടുക്കുകയാണ്. P ഒരു 10 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ ഈ ഒരു ഇതിന് വിഡ്ത്ത് 48% കൊടുത്തു. ഓക്കെ, ജസ്റ്റ് പോയി നോക്കാം. നമ്മുടെ ആ ഒരു കണ്ടന്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതിന് സ്റ്റൈലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് H3ക്ക് സ്റ്റൈൽ കൊടുക്കാൻ പോകുന്നു. ക്ലാസ് ടെക്സ്റ്റ് 24 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡ്. നമുക്ക് കളർ വരുന്നത് ഈ ഒരു ബട്ടണിന്റെ സെയിം കളറാണ് അവിടെ വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ കളർ അവിടെ പറഞ്ഞു കൊടുക്കണം. ഇനി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇനി അതിനെന്ത് ചെയ്യണം, മാർജിൻ ബോട്ടം കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ മാർജിൻ ബോട്ടം 20, കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. 20 ആവശ്യമില്ല, 10 മതിയാവും. ഓക്കെ, ഇനി നമ്മുടെ ഹെഡിങ്ങിന് ക്ലാസ് ടെക്സ്റ്റ് 40 പിക്സൽ, ഫോണ്ട് ബോൾഡ്, മാർജിൻ ബോട്ടം 10.
ഓക്കെ, ഇനി നമ്മുടെ പാരഗ്രാഫ്. ടെക്സ്റ്റ് 14 പിക്സൽ, ഫോണ്ട് നോർമൽ. ഇനി നമ്മുടെ മാർജിൻ ബോട്ടം 10. നമ്മുടെ ബട്ടണ് നമ്മുടെ നേരത്തെ സെയിം സ്റ്റൈൽ കൊടുത്താൽ മതി. ഞാൻ ആ സ്റ്റൈൽ അവിടുന്ന് കോപ്പി ചെയ്തു, ക്ലാസ് ഇട്ടു, പേസ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ കണ്ടന്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഗ്യാപ്പ് വേണ്ട. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു മാർജിൻ ബോട്ടം, നമ്മുടെ H1 മാർജിൻ ബോട്ടം 5 ആക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്. നമ്മൾ മുകളിൽ ചെയ്ത സെയിം സെക്ഷന്റെ കോപ്പിയാണ്. നമ്മുടെ ബട്ടണ് മാത്രം എന്തുണ്ട്, സ്റ്റൈൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ ഒരു സെക്ഷൻ കോപ്പി പേസ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഈ ലെഫ്റ്റിലുള്ള ഇമേജ് എന്ത് ചെയ്യും, റൈറ്റിൽ വരും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കണ്ടന്റ് വരുന്നത് ഇമേജ് എന്ന് പറയുന്നത് ടൂൾസ് PNG ആണ്. ഓക്കെ, നമ്മുടെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ദി പ്ലാറ്റ്ഫോം. നമ്മുടെ ടൈറ്റിൽ വരുന്നത് ബ്രിങ് ഓൾ ഓഫ് യുവർ ടൂൾസ് into one place. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ് മാറ്റിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്യണം, ലേൺ മോർ ആക്കുകയാണ്. അതേപോലെ നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു ഇമേജ് ഉണ്ട്. ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആരോ ഐക്കണാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആരോ ഐക്കൺ അവിടെ നേരെ എഴുതി കൊടുക്കുകയാണ്. ജസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇമേജ് പൊട്ടിയിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ വിടുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോവാം. ഫസ്റ്റ് ഞാൻ ഈ ബട്ടന്റെ സ്റ്റൈല് എന്ത് ചെയ്യാണ്, ഒന്ന് വൃത്തിയാക്കുകയാണ്. അത് ഞാൻ ഇവിടെ ഫ്ലെക്സ് കൊടുത്തു, ജസ്റ്റിഫൈ സെന്റർ കൊടുത്തു, ഐറ്റംസ് സെന്റർ കൊടുത്തു. ഇനി ബട്ടൺ എന്ത് ചെയ്യണം, ഒരു വിഡ്ത്ത് സെറ്റ് ചെയ്യാനുണ്ട്. ക്ലാസ് വിഡ്ത്ത് 16 പിക്സൽ, മാർജിൻ റൈറ്റ് അല്ല, മാർജിൻ ലെഫ്റ്റ് 2. ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, കുറച്ചും കൂടി അലൈൻമെന്റ്സും കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഫ്ലെക്സ് അല്ല, ഇൻലൈൻ ഫ്ലെക്സ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതേപോലെ ടെക്സ്റ്റ് വൈറ്റ് അല്ല, PG വൈറ്റ് ആണ്. ടെക്സ്റ്റ് നമ്മുടെ ഈ ഒരു കളറാണ്. ഓക്കെ, ഇനി അതിനെന്തുണ്ട്, ഒരു ബോർഡർ ഉണ്ട്. നമ്മുടെ ഈ സെയിം ബോർഡർ കളർ തന്നെയാണ് വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു കളറും കൂടി പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ലേൺ മോർ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഈ സൈഡിലുള്ള ഇമേജും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറും ആണ് മാറ്റാനുള്ളത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതിനാവശ്യമില്ല, ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കിടക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കി നമ്മുടെ ഈ ഒരു ഇമേജിന് വിഡ്ത്ത് ഫുള്ള് വേണ്ട, നമുക്ക് ഏകദേശം ഒരു 70% മതി.
ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഇമേജിനെ നമുക്ക് വേണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഫ്ലക്സ് ജസ്റ്റിഫൈ എൻഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും സെക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ വെബ്സൈറ്റിന്റെ ബാക്കി ഭാഗം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ദിവസത്തെ പാർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസും കൂടി നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോ എന്ത് ചെയ്യുക, എല്ലാവരും മിസ്സാക്കാതെ കാണാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.